നമ്മളൊരു മൊബൈലിനെ കുറിച്ചോ ഒരു വാഹനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചോ ഒക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ മൊബൈലിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ സർപ്രൈസ് ആവാറുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യമാണല്ലോ, അതെങ്ങനെ ഇവർക്ക് പരസ്യം കാണിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ പല രീതിയിലുള്ള പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്താണോ സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഡുകൾ ഇൻ്റർനെറ്റിൽ കാണിക്കാൻ നമുക്ക് വേണ്ടി കാണിക്കാൻ അതിന് കഴിയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമുക്കറിയാവുന്ന പോലെ നമുക്ക് രണ്ട് തരത്തിലുള്ള മനസ്സാണുള്ളത്: കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും, ബോധ മനസ്സും ഉപബോധ മനസ്സും. ഇതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മനസ്സ് ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സ് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ പോലെയാണ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഉപബോധ മനസ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ നിരന്തരമായി പറയുന്ന കാര്യങ്ങൾ, നിരന്തരമായി കേൾക്കുന്ന കാര്യങ്ങൾ, നിരന്തരമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഉപബോധ മനസ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ഉപബോധ മനസ്സ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അത് സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അത് നടത്തിത്തരാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഉപബോധ മനസ്സിൽ നിന്നുണ്ടാവും. നമ്മൾ പ്രശ്നത്തിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാതികളും ഒക്കെ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളിലേക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത്. കാരണം നമ്മൾ പ്രശ്നത്തിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ മാത്രമേ നമ്മളിലേക്ക് അടുക്കൂ. ഉപബോധ മനസ്സ് ആ ഒരു രീതിയിൽ ആണ് പ്രവർത്തിക്കുന്നത്. നമ്മളല്ലാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും നമ്മൾ നല്ല കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും നല്ല കാര്യത്തെക്കുറിച്ച് കാണാൻ ശ്രമിക്കുകയും കേൾക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് ആ ഒരു നല്ല കാര്യം നമ്മളിലേക്ക് അടുക്കുന്ന രീതിയിലാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ചിന്തയും പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ ഒരു നല്ല രീതിയിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അതനുസരിച്ച് മാറാനതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും നമ്മുടെ ജീവിതം തന്നെ മാറുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.